മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമാണ് സജീവമാണ് ലക്ഷ്മി പ്രിയ. താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവർ. 19ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് വന്നതാണ്. വൈവിധ്യമാർന്ന ഒത്തിരി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുമുണ്ട്. അഭിപ്രായങ്ങൾ പറയുന്നത് അവസരം കിട്ടാൻ വേണ്ടിയാണെന്ന് ആളുകൾ വിചാരിക്കുന്നു. രാജുവിനെക്കുറിച്ച് എഴുതിയപ്പോൾ ചാൻസിന് വേണ്ടിയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ. മതം, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതേക്കുറിച്ച് മറ്റുള്ളവർ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും രശ്മിപ്രിയ പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് അവർ വിശേഷങ്ങൾ പങ്കുവച്ചത്. ദേഷ്യക്കാരി, വാശിക്കാരി, വഴക്കാളി, അഹങ്കാരി ഇങ്ങനെയൊക്കെ പലരും എന്നെ വിശേഷിപ്പിക്കുന്നത്. എന്നെ ഒരു പരിചയമില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ സംസാരിക്കാറില്ല. ഡിവോഴ്സ് വാർത്ത ഞങ്ങൾക്കും ഷോക്കായിരുന്നു. എനിക്ക് പേഴ്സണലി ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടമല്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നായിരുന്നു എൻ്റെ പോളിസി. ഡിവോഴ്സിൻ്റെ ഇരകൾ എപ്പോഴും മക്കളാണ്. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിനോട് എനിക്ക് മുഖം തിരിച്ച് നിൽക്കാവുന്നതാണ്. നിസ്സാര കാര്യങ്ങൾ വെച്ചാണ് പലരും പിരിയാൻ തീരുമാനമെടുക്കുന്നെന്ന് വക്കീലായിട്ടുള്ള സുഹൃത്തുക്കൾ പറയാറുള്ളത്. അതൊക്കെ നേരെ ഓപ്പോസിറ്റുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. എൻ്റെ എഴുത്ത് വായിച്ച് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതെനിക്ക് സന്തോഷമാണ്. ഫേസ്ബുക്കിലാണ് ഇന്ന് എഴുതുന്നത്. എൻ്റെ എഴുത്തുകൾ സ്ഥിരമായി വായിക്കുന്നവരുണ്ട്. മൂഡ് ഓഫ് ഒക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയിടാറുണ്ട്. എക്സ്ട്രാ മെറ്റീരിയൽ അഫെയറോ, സാമ്പത്തികം പറഞ്ഞുള്ള വഴക്കോ, മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലില്ല. 22 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഇതൊന്നുമല്ലാത്ത കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരാം. എടുത്തു പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ നേരിൽ നോക്കിയാൽ വഴക്ക്. അങ്ങനെയായിരുന്നു ഇവിടെയും. നിസ്സാര കാര്യത്തിന് വേണ്ടി പിണങ്ങുന്നവരാണ് ഞങ്ങൾ. പെട്ടെന്ന് തന്നെ ഇണങ്ങും. ഞാനാണ് പോയി മിണ്ടുന്നത്. ജയേഷേട്ടൻ ഇച്ചിരി വാശിയുണ്ട്. മിണ്ടാതിരിക്കും. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാൻ പോയിട്ട് മിണ്ടും. അന്നൊരു വഴക്ക് കുറച്ച് ദിവസത്തേക്ക് നീണ്ടുപോയി. ഇതിനാണ് എൻ്റെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം അവിടെ നിന്നുപോകും. ആ ഒരു തോന്നൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ് ഇതെന്ന് എനിക്കും തോന്നിയിരിക്കാം. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ എഴുതി. ഇത് നല്ല പ്രതികരണത്തേക്കല്ല പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് തോന്നി. എന്നെ വായിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ രീതിയിലേക്ക് പോവുകയായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു. അതോടെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോഴാണ് ജയേഷൻ്റെ കോൾ വന്നത്. ഡിവോഴ്സ് എന്ന് ലക്ഷ്മിയാണോ പറഞ്ഞത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ലക്ഷ്മി എഴുതിയത് നിങ്ങൾ വായിച്ചോ? അത് അവളുടെ മൂഡ് സ്വിംഗ് എന്തെങ്കിലുമാണ് എഴുതിയിരിക്കും. തൽക്കാലം ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. ഇനി ആവാനും പോകുന്നില്ല. ഞാൻ വീട്ടിൽ നിന്നാണ് ഓഫീസിലേക്ക് വന്നതെന്ന് ജയേഷേട്ടൻ പറഞ്ഞു.